ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ റിലീസായിട്ടുള്ള എ വിഹിതം അല്ലെങ്കിൽ അവിഹിതം എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം സെന്ന ഹെഗ്ഡെ, പുള്ളിയുടെ തിങ്കളാഴ്ച നിശ്ചയം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു. അതിനുശേഷം വന്നപ്പോൾ 1744 വൈറ്റ് ആൾട്ടോ അത് കണ്ടിട്ടില്ല, അത് കാണാൻ ഭയങ്കര ആഗ്രഹിക്കുന്നു. OTT വന്നില്ല, ആകെ പത്മിനി കണ്ടപ്പോൾ അത് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുള്ളിയുടെ ഒരു പടം എന്ന് പറയുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു അധികം പരിചിതമല്ലാത്ത കുറേ ആളുകൾ അഭിനയിച്ച് ഇറങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു പടമാണ് അവിഹിതം എന്നുള്ള സിനിമയുടെ തുടക്കത്തിൽ നാട്ടിൽ കുറച്ച് ആളുകൾ വെള്ളവടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ആൾ വീട്ടിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒരു പറമ്പിൽ ഒരുത്തൻ മതിൽ ചാടുന്നത്, ഒരു പെൺകുട്ടിയായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുന്നത്. അങ്ങനെ പുള്ളി അത് ആരാണെന്ന് അറിയാനുള്ള ആണിനെ കാണുന്നുണ്ട്, പെണ്ണിനെ കാണുന്നില്ല. അങ്ങനെ വേറൊരാളിനെ കൊണ്ട് അറിയിക്കുകയും പിന്നെ കുറച്ച് ആളുകൾ അറിയുകയും ഇത് കൈയോടെ പിടിക്കണം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. വീട്ടുകാരെല്ലാവരും ചേർന്ന് ഒരു ട്രാപ്പൊക്കെ ഉണ്ടാക്കി പിടിക്കാൻ നോക്കുകയാണ്. അവസാനം എന്തായി ആരാണ് എന്നുള്ളതൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ജസ്റ്റ് ഒരു 1.25 മണിക്കൂർ നല്ലൊരു ഫൺ മൊമെൻറ്റ്സ് ഒക്കെ നിറയെ ഉള്ള, അത്യാവശ്യം ചിരിക്കാനുള്ള വകയുള്ള ഒരു കൊച്ചു പടമാണ് അവിഹിതം എന്നുള്ള സിനിമ. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞാൻ ചെയ്തു. ബോറടിയൊന്നും ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയായിരുന്നു. അത്യാവശ്യം കൈകാര്യം ചെയ്ത വിഷയം ഈ സീരിയസ് ആണെങ്കിൽ പോലും അതിനെ ഹ്യൂമറായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് സിനിമയ്ക്ക്. പിന്നെ ഇതിലെ മ്യൂസിക് കമ്പോസ് ചെയ്ത് ശ്രീഡാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ആ ഒരു മൂഡ് നമുക്ക് നന്നായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയുന്നുണ്ട്. പിന്നെ ക്യാരക്ടേഴ്സ് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഒക്കെ പുതിയ ആളുകളാണ്, പെട്ടെന്ന് നമുക്ക് പേരുകൾ ഇതാകുന്നില്ല. എസ്പെഷ്യലി നമ്മുടെ എന്തായാലും പേര് രാജീവ് കാങ്കോൽ, അങ്ങനെ ഒരു പുള്ളി ഉണ്ടല്ലോ, നമുക്കറിയാം. പുള്ളിയുടെ എക്സ്പ്രഷൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നിർമ്മല എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്ത വൃന്ദാമേനോൻ, നല്ല ഭംഗിയുള്ളൊരു ചേച്ചി. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് നിർമ്മല എന്നുള്ള ക്യാരക്ടറിൻ്റെ അമ്മായിയമ്മ, അതായത് മെയിൻ കഥാപാത്രങ്ങളായ അവരുടെ അമ്മ. അതിൻ്റെ കുറേ ഡയലോഗ്സും എല്ലാം അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ആ മകൻ അനുഗ്രഹം വാങ്ങുമ്പോൾ എനിക്ക് ബസ്സിൻ്റെ നടുക്കത്തെ സീറ്റ് തന്നെ കിട്ടട്ടെ എന്നിട്ട് അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നല്ല വൺ ലൈനേഴ്സും ത്രൂ ഔട്ട് ആളുകളുടെ എക്സ്പ്രഷൻസ് ഉള്ള വെച്ച് സിറ്റുവേഷൻ കോമഡീസൊക്കെ നിറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് നഷ്ടമാകില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്യാവശ്യം ഒരു നല്ലൊരു മൂവിയാണ് അവിഹിതം. ചുമ്മാ ജസ്റ്റ് ഒരു എൻ്റർടൈനറായിട്ട് കാണുക. ജിയോ ഹോട്ട്സ്റ്റാറിൽ കിടപ്പുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.